പ്രേക്ഷകരെന്നും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് നായകൻ. കമലഹാസൻ നായകനായി എത്തിയ തമിഴ് ചിത്രം കൾട്ട് ക്ലാസിക് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മണിരത്നം കമലഹാസനെ നായകനാക്കി ഒരുക്കിയ ചിത്രമായ നായകൻ എന്നും പുതുമ തോന്നുന്നതാണ്. നായകൻ റീ റിലീസിന് ഒരുങ്ങുകയാണ്. കമലഹാസനെ നായകനാക്കിയ എക്കാലത്തെയും ഹിറ്റ് ചിത്രം നവംബർ 3-നാണ് റീ റിലീസ് ചെയ്യുക. 4K-യിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക. തമിഴ് പതിപ്പ് ആകെ 120 തിയേറ്ററിലാകും പ്രദർശിപ്പിക്കുക. കേരളത്തിലും കർണാടകയിലും റീ റിലീസ് ഉണ്ടാകും. ചിത്രം തെലുങ്കിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. തമിഴിൽ 1987-ൽ പ്രദർശനത്തിലെത്തിയ ചിത്രമായിരുന്നു നായകൻ. മുംബൈയിലെ അധോലോക നായകന്റെ കഥയായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. വേലുനായകർ എന്ന കഥാപാത്രത്തെയാണ് കമലഹാസൻ അവതരിപ്പിച്ചത്. അക്കാലത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി കമലഹാസനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. കമലഹാസന്റെ നായകൻ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയുമായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മണിരത്നം ബാലകുമാറിനായി ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സാമ്പത്തികമായി വിജയം നേടുക മാത്രമല്ല, ചിത്രത്തിന് നിരൂപണ പ്രശംസയും ലഭിച്ചു. എന്നിടത്താണ് കമലഹാസന്റെ നായകന്റെ വിജയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കമൽഹാസന്റെ എക്കാലത്തെയും മികച്ച ഒരു കഥാപാത്രമായി വേലുനായകർ മാറി. ശരണ്യയും കാർത്തികയും ഡൽഹി ഗണേഷും ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. കമലഹാസന്റെ നായകനായി ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ പാട്ടുകളും അക്കാലത്ത് വൻപൻ ഹിറ്റായിരുന്നു.